എവരിബഡി വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാൻ ഇന്നിപ്പോൾ ഉള്ളത് കാലിക്കറ്റിലുള്ള KVR ബജാജിൻ്റെ ഷോറൂമിലാണ്. ഇവിടെ ഞാൻ വന്നിരിക്കുന്നത് പൾസർ N50 നിങ്ങളെ പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ്. നമ്മളിപ്പോൾ ടൂ വീലറും കൂടി തുടങ്ങിയിട്ടുണ്ടെന്ന് ഞാൻ പറഞ്ഞു. കഴിഞ്ഞതിന് മുമ്പത്തെ വീഡിയോയിൽ ഞാൻ ഒരു ടൂ വീലറിൻ്റെ വണ്ടി ആയിട്ടുണ്ടായിരുന്നു വീഡിയോ ആയിട്ട്. ഇപ്പോൾ അടുത്തൊരു ടൂ വീലർ ഞാൻ നിങ്ങൾക്ക് കൊണ്ടുവരാണ് വീഡിയോ ആയിട്ട്. അപ്പോൾ ഈ പൾസർ N150 ആണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ നിങ്ങളെ പങ്കുവയ്ക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് എത്രയും പെട്ടെന്ന് പൾസർ N150ൻ്റെ പുതിയ ലേറ്റസ്റ്റ് മോഡലിൻ്റെ ഒരു വോക്ക് അറൗണ്ട് വീഡിയോ നമുക്ക് എല്ലാവർക്കും കൂടി നമുക്കൊന്ന് നോക്കാം. അപ്പോൾ ഇതാണ് ഏറ്റവും പുതിയ പൾസർ N150 എന്ന് പറയുന്ന ഒരു പുതിയ മോഡൽ. ഇതിന് മുമ്പും ഒരു 150 ഉണ്ടായിരുന്നു. അതിന് കുറച്ചും കൂടി ഫീച്ചേഴ്സ് ആഡ് ചെയ്തിട്ടാണ് ഈ ഒരു പുതിയ 150 വന്നിരിക്കുന്നത്. അപ്പോൾ ഫ്രണ്ടിൽ നോക്കുകയാണെങ്കിൽ ഇതാണ് ഒരു ഫ്രണ്ട് പ്രൊഫൈൽ. ഫ്രണ്ടിൽ നോക്കുമ്പോൾ ആ ഒരു മാസീവ് ലുക്കാണ് നമുക്ക് സമ്മാനിക്കുന്നത്. പൾസറിൻ്റെ ഒരു പൾസറിൻ്റെ ഒരു നമ്മൾ പൾസർ എന്താ പറയുക, ബജാജ് എന്ന് പറയുമ്പോൾ പൾസർ എന്നാണല്ലോ നമുക്ക് എല്ലാവർക്കും മനസ്സിൽ വരിക. ആ ഒരു സ്പോർട്ടിനെസ് നമുക്ക് ഇവിടെയും ആ ഒരു N150ലും നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ഫ്രണ്ടിൽ നോക്കുമ്പോൾ ആ ഒരു സിഗ്നേച്ചർ ഒരു DRലും അതുപോലെ തന്നെ ഹെഡ് ലാമ്പ് യൂണിറ്റാണ് വന്നിരിക്കുന്നത്. ആ ഒരു ഫേസ് തന്നെ ഒരു മാസീവ് ഫേസാണ് നമുക്ക് കിട്ടുന്നത്. ഒരു ആംഗ്രി ഫേസ് എന്നുള്ള രീതിയിലുള്ള നമുക്കൊരു തോന്നും നമുക്ക് ഒരു ഫേസ് കാണുമ്പോൾ തന്നെ. അതുപോലെ തന്നെ വീണ്ടും താഴേക്ക് വരികയാണെങ്കിൽ ആ ഒരു ടെലിസ്കോപ്പിക് സസ്പെൻഷൻ യൂണിറ്റാണ്. ഫ്രണ്ടിൽ 2 ടെലിസ്കോപ്പിക് സസ്പെൻഷൻ യൂണിറ്റ് വരുന്നുണ്ട്. പിന്നെ ആ ഒരു മഡ് ഗാർഡ് ട്രീറ്റ്മെൻറ്റ് അതൊരു പിയാനോ ബ്ലാക്ക് എലമെൻറ്റിലാണ് കൊടുത്തിരിക്കുന്നത് മഡ് ഗാർഡ്. ആൻഡ് ഇൻഡിക്കേറ്റേഴ്സ് നോക്കുകയാണെങ്കിൽ നോർമൽ ഒരു ഇൻഡിക്കേറ്റർ യൂണിറ്റാണ് വന്നിരിക്കുന്നത്. അതുപോലെ തന്നെ വീൽ സൈസ് ഫ്രണ്ടിലും അതുപോലെ തന്നെ ബാക്കിലും നമുക്ക് ഡിസ്ക് ബ്രേക്ക് വരുന്നുണ്ട്. ഇതിന് പഴയ മോഡൽ, ഇതിന് തൊട്ട് മുമ്പുള്ള മോഡലിൽ ഫ്രണ്ടിൽ മാത്രമേ ഡിസ്ക് ബ്രേക്ക് ഉണ്ടായിരുന്നുള്ളൂ. ഒരു സിംഗിൾ ചാനൽ ABS ട്രീറ്റ്മെൻറ്റോട് കൂടി ഒരു ഡിസ്ക് ബ്രേക്ക് സിസ്റ്റമാണ് വന്നിരിക്കുന്നത്. ഈ ഒരു ടെലിസ്കോപ്പിക് സസ്പെൻഷൻ യൂണിറ്റ് 31 mm ആണ് ഇതിൻ്റെ ഒരു ട്രാവൽ എന്ന് പറയുന്നത്. ഈ ഒരു സസ്പെൻഷൻ യൂണിറ്റിൻ്റെ 260 mm ആണ് ഇതിൻ്റെ ഡിസ്ക് ബ്രേക്കിൻ്റെ ഒരു സൈസ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ വീൽ സൈസ് എന്ന് പറയുകയാണെങ്കിൽ ഒരു 17 ഇഞ്ച് വീലുകളാണ് വന്നിരിക്കുന്നത്. അതിൻ്റെ ഒരു ഡിസൈൻ നോക്കണമെങ്കിൽ നമുക്ക് ഈ ഒരു സൈഡിൽ വരണം. ആ ഒരു നമ്മൾ പൾസറിൽ കണ്ട ഏകദേശം ആ ഒരു സെയിം ഡിസൈൻ രീതികളാണ് ഈ ഒരു വീലിൽ കൊടുത്തിരിക്കുന്നത്. ഒരു 90/90 ടയർ പ്രൊഫൈലാണ് ഫ്രണ്ടിൽ വന്നിരിക്കുന്നത്. അത് റിയറിലേക്ക് വരുമ്പോൾ ഒരു 120/80 ടയർ പ്രൊഫൈലാണ് റിയറിൽ വരുമ്പോൾ ഉള്ള ഒരു ടയറിൻ്റെ പ്രൊഫൈൽ എന്ന് പറയുന്നത്. രണ്ടും ഒരു 17 ഇഞ്ച് വീൽ സൈസാണ് വന്നിരിക്കുന്നത്. ഇനി സൈഡിലേക്ക് നോക്കാം. അപ്പോൾ ഇതാണ് ആ ഒരു പൾസർ N150ൻ്റെ സൈഡ് പ്രൊഫൈൽ വരുന്നത്. ഏകദേശം 1352 mm ആണ് ഇതിൻ്റെ ഒരു വീൽ ബേസ് വരുന്നത്. 790 mm ഇതിൻ്റെ ഒരു സീറ്റ് ഹൈറ്റ് വരുന്നുണ്ട്. ഏകദേശം 165 mm ഗ്രൗണ്ട് ക്ലിയറൻസുമാണ് ഈ ഒരു വണ്ടിക്ക് ലഭിക്കുന്നത്. അപ്പോൾ അത്യാവശ്യം ഓഫ് റോഡിംഗ് ഒക്കെ നമുക്ക് ഈ ഒരു വണ്ടിയിൽ ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ എൻജിൻ യൂണിറ്റാണ്. എൻജിനിലേക്ക് ഞാൻ വരാം. അവസാനം ഞാൻ വരാം. ഒരു സൈഡ് കിക്കർ വരുന്നുണ്ട്. പിന്നെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു പാസഞ്ചർ പെഡലാണ് കൊടുത്തിരിക്കുന്നത്. രണ്ടും നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. പാസഞ്ചർ മാത്രമല്ല, നമ്മുടെ ഡ്രൈവർ പെഡലും നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാവുന്ന രീതിയിലാണ് കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ ആ ഒരു മഡ് ഗാർഡ് ട്രീറ്റ്മെൻ്റ് എല്ലാം ഒരു സ്പോട്ടി ഫീലൊക്കെ തരുന്നുണ്ട്. ഇതിൻ്റെ എക്സോസ്റ്റ് വരുന്നത് ഈ ഒരു അടിഭാഗത്താട്ടോ, താഴെയാണ് ഇതിൻ്റെ ഒരു എക്സോസ്റ്റ് വരുന്നത്. ഇപ്പോഴത്തെ മിക്ക വണ്ടികളിലും അങ്ങനെയാണെന്നാണ് തോന്നുന്നത്. ഇതിന് ആ ഒരു താഴ്ഭാഗത്താണ് എക്സോസ്റ്റ്, ഈ ഒരു സൈഡിലൊന്നല്ല. റിയറിലും ആ ഒരു ABS ട്രീറ്റ്മെൻറ്റാണ് വന്നിരിക്കുന്നത്, ABS യൂണിറ്റാണ് വന്നിരിക്കുന്നത്. അതിൻ്റെ ഒരു ABSൻ്റെ ഒരു ബ്രേക്കിംഗ് ആ ഒരു സംഗതിയാണ് കൊടുത്തിരിക്കുന്നത്. ഇനി റിയറിലേക്ക് വരുമ്പോൾ ഇതാണ് ഒരു N150 എന്ന് പറയുന്ന പൾസറിൻ്റെ ഏറ്റവും പുതിയ N150ൻ്റെ റിയർ പ്രൊഫൈൽ വരുന്നത്. റിയർ പ്രൊഫൈലിലേക്ക് വരുമ്പോൾ ഒരു ഗ്രാബ് ഹാൻഡിൽ കൊടുത്തിട്ടുണ്ട്. ഒരു മാറ്റ് ബ്ലാക്ക് ഫിനിഷിലോട് കൂടിയ ഒരു ട്രീറ്റ്മെൻറ്റിലാണ് ആ ഒരു ഗ്രാബ് ഹാൻഡിൽ കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ പൾസറിൻ്റെ ആ ഒരു എന്താ പറയുക, ആ ഒരു ഡിസൈനോട് കൂടിയ ഒരു ടെയിൽ ലാമ്പ് കൊടുത്തിട്ടുണ്ട്. വൈറ്റ് കളേർഡായ ടെയിൽ ലാമ്പാണ് വന്നിരിക്കുന്നത്. അതുതന്നെ ഇൻഡിക്കേറ്റർ യൂണിറ്റ് നോർമൽ ഒരു ഇൻഡിക്കേറ്റർ യൂണിറ്റാണ് കൊടുത്തിരിക്കുന്നത്. നമ്പർ പ്ലേറ്റിൻ്റെ ഭാഗം ഇവിടെയാണ് കൊടുത്തിരിക്കുന്നത്. അതിൻ്റെ മുകളിലായിട്ട് റിഫ്ലക്ഷൻ യൂണിറ്റ് കാണാം. പിന്നെ മഡ് ഗാർഡ്, നമ്മളെ ഒരു മഡ് ഗാർഡ് ട്രീറ്റ്മെൻറ്റാണ്. ഈ സൈഡിലേക്ക് വരുമ്പോൾ നമുക്ക് ആ ഒരു സാരി ഗാർഡാണ് ഈ കാണുന്നത്. അതുപോലെ തന്നെ പെഡസ്ട്രിയൻ ഒരു റെയിലും കൊടുത്തിട്ടുണ്ട്. ഇതൊക്കെയാണ് വണ്ടീൻ്റെ ഓവറോൾ ഒരു ലുക്ക് വൈസ് നമുക്ക് കാണാൻ പറ്റുന്നത്. ഓവറോൾ ലുക്ക് വൈസ് ഈ ഒരു രീതിയിലാണ് കൊടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് ഇതിൻ്റെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഈ ഒരു സ്ക്രീനാണ്.
സ്ക്രീൻ ഓണാക്കി കഴിയുമ്പോൾ ഫുള്ളി ഡിജിറ്റൽ ഒരു ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്ററാണ് വന്നിരിക്കുന്നത്. അതാണ് ഈ ഒരു വണ്ടിയുടെ ഏറ്റവും വലിയ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത്. ഈ പുതിയ NS 150ക്ക് ഒരു അപ്ഡേഷൻ എന്ന് പറയുന്നത് ഫുൾ ഡിജിറ്റൽ ഡിസ്പ്ലേ വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു ബ്ലൂടൂത്ത് കണക്ടിവിറ്റിയും ഈ ഒരു വണ്ടിയിൽ ലഭ്യമാണ്. ഇനി നമുക്ക് ഈ ഒരു ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ നമുക്ക് ആ ഒരു ഹാൻഡിൽ ബാറിന് ലെഫ്റ്റിലേക്ക് നോക്കുകയാണെങ്കിൽ ഇത് നമ്മളെ പാസ് ബട്ടൺ, ഇത് പാസ് ബട്ടണാണ് ഈ കാണുന്നത്. അതുപോലെ തന്നെ ഈ ഒരു ബട്ടൺ എന്ന് പറയുന്നത് മോഡ് സെലക്ട് ചെയ്യാനുള്ള അല്ലെങ്കിൽ ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്റർ കൺട്രോൾ ചെയ്യാനുള്ള ഒരു ബട്ടണാണ് കൊടുത്തിരിക്കുന്നത്. നമുക്ക് നമ്മൾ അമർത്തുമ്പോൾ കണ്ടോ ഓരോ സെലക്ഷനും നമുക്ക് മാറുന്നത് കാണാം ഈ ഒരു സ്ക്രീനിൽ. അതുപോലെ തന്നെ വീണ്ടും താഴേക്ക് വരുമ്പോൾ നമുക്ക് ആ ഒരു ഇൻഡിക്കേറ്ററിൻ്റെ ഒരു ബട്ടൺ കാണാം. വീണ്ടും താഴേക്ക് വരികയാണെങ്കിൽ ഹോണിൻ്റെ ബട്ടൺ. അതുപോലെ തന്നെ ഇതാണ് ആ ഒരു കീ ഫോബ് വരുന്നത്. കീ എന്ന് പറയുന്നത് വളരെ മിനിമലിസ്റ്റിക് ആയ ഒരു കീ ആണ് വന്നിരിക്കുന്നത്. ആ ഒരു ഹാൻഡിലെല്ലാം തന്നെ വളരെ ഒരു സ്പോട്ടി ഫീലിലാണ് ഹാൻഡിൽ ബാറെല്ലാം കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഏകദേശം 40 ലിറ്ററാണ് ഇതിൻ്റെ ഒരു ഫ്യൂൽ ടാങ്ക് കപ്പാസിറ്റി എന്ന് പറയുന്നത്. അത്രയും നമുക്ക് പെട്രോളൊക്കെ ഒഴിച്ച് നമുക്ക് നല്ല രീതിയിൽ യാത്ര ചെയ്യാൻ പറ്റും. ഫ്യൂൽ ലിഡ്. പിന്നെ ഈ കാണുന്നത് ഇതിൻ്റെ ഒരു USB ചാർജിങ് പോർട്ടാണ്. ഒരു ചെറിയൊരു USB ചാർജിങ് പോർട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട്. നൈസ്. അതുപോലെ തന്നെ ഈ ഭാഗത്ത് നമുക്ക് എൻജിൻ കട്ട് ഓഫിൻ്റെ ബട്ടൺ കാണാം. ഇപ്പോൾ എൻജിൻ ഓഫായി ഇപ്പോൾ ന്യൂട്രൽ എന്ന് പറഞ്ഞാൽ ഒരു സൈന് പോയിട്ടുണ്ട്. ഇത്ര നേരം ന്യൂട്രൽ എന്ന് പറഞ്ഞൊരു സൈൻ ഉണ്ടായിരുന്നു ഇവിടെ. ഇപ്പോൾ ഓണാക്കിയാൽ ഡിസ്പ്ലേ മാറി, ഓഫാക്കിയപ്പോൾ ഒന്നുമില്ല, ഒരു പ്ലെയിൻ സംഗതി. പിന്നെ ഇത് നമ്മളെ ഒരു എൻജിൻ സ്റ്റാർട്ട് ചെയ്യാനുള്ളൊരു സ്വിച്ചാണ്. ആക്സിലേറ്റർ പെഡൽ. അങ്ങനത്തെ ഒരു ബേസിക് സംഭവങ്ങൾ നമുക്ക് ഈ ഒരു വണ്ടിയിൽ നമുക്ക് കാണാം. സീറ്റിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഒരു അത്യാവശ്യം സ്പോട്ടി ഫീലുള്ള ഒരു സീറ്റിംഗ് അറേഞ്ച്മെൻ്റ് ആണ്. ഒരു സിംഗിൾ സീറ്റാണ് വന്നിരിക്കുന്നത്. ഈ ഒരു വണ്ടിയുടെ എൻജിൻ സ്പെക്കിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഏകദേശം 150 cc ഒരു എൻജിൻ കപ്പാസിറ്റിയാണ് ഈ ഒരു വണ്ടിയിൽ വന്നിരിക്കുന്നത്. അതുപോലെ തന്നെ ബജാജിൻ്റെ ഒരു സിമ്പിളൊക്കെ നമുക്ക് ഈ ഒരു എൻജിൻ സൈഡിൽ നമുക്ക് കാണാം. ഏകദേശം 14 PS പവറും 13 Nm ടോർക്കുമാണ് ഈ ഒരു എൻജിൻ ഉൽപ്പാദിപ്പിക്കുന്ന പവറും ടോർക്ക് എന്ന് പറയുന്നത്. നമുക്കിതിൻ്റെ ഒരു എക്സോസ്റ്റ് നോട്ട് ഒന്ന് കേട്ടോക്കാം അല്ലേ? നമുക്ക് ഇതിൻ്റെ എക്സോസ്റ്റ് നോട്ട് ഒന്ന് കേട്ടോക്കിയാൽ കയറി നിന്ന് കഴിഞ്ഞാൽ കിട്ടുന്ന ഒരു ഫീൽ എന്ന് പറയുന്നത് ഒരു സ്പോട്ടി ഫീലാണ്. ഉണ്ടോ? കയറി നിന്നാൽ നമുക്കൊരു സ്പോട്ടി ഫീലോടുകൂടി നമുക്ക് ഈ വണ്ടി നമുക്ക് എന്താ പറയുക ഓടിച്ചുകൊണ്ട് പോവാം. പിന്നെ ഈ ഒരു ടാങ്കിൻ്റെ ഒരു വലിപ്പമാണ് ഏകദേശം 40 ലിറ്റർ ഫ്യൂവൽ കപ്പാസിറ്റിയോട് കൂടിയ ടാങ്കാണ് വന്നിരിക്കുന്നത്. ഈ ഒരു ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്ററിനെ കുറിച്ച് പറഞ്ഞാൽ ഞാൻ പറഞ്ഞു പുതിയൊരു ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്ററാണ് വന്നിരിക്കുന്നത്. ഇതൊരു ബ്ലൂടൂത്ത് കണക്ടിവിറ്റി ഉണ്ട്. നമുക്ക് ഫോണിൻ്റെ നോട്ടിഫിക്കേഷൻ, കോൾ നോട്ടിഫിക്കേഷൻ എല്ലാം തന്നെ നമുക്ക് ഈ ഒരു ക്ലസ്റ്ററിലൂടെ നമുക്ക് കാണാൻ പറ്റും. അതുപോലെ തന്നെ ഈ ഒരു ഭാഗത്താണ് ഇപ്പോൾ പൊന്തി വന്നില്ലേ, ഇതാണ് നമ്മൾ RPM മീറ്റർ എന്ന് പറയുന്നത് ഈ കാണുന്നത്. പിന്നെ ഈ ഒരു ബ്ലിങ്ക് ചെയ്യുന്ന ഈ ഒരു ഭാഗം എന്ന് പറയുന്നത് ഫ്യൂൽ മീറ്ററാണ്. അപ്പോൾ മൊത്തത്തിലൊരു ഡിജിറ്റൽ ഡിസ്പ്ലേയോട് കൂടി വന്ന ഒരു പുതിയ N150 എന്ന് പറയുന്ന ഈ ഒരു പൾസർ N150 ആണ് നിങ്ങൾ ഇപ്പോൾ ഇത്ര നേരം കണ്ടത്. അതുപോലെ തന്നെ ഈ ഒരു കളറാണ് ഈ ഒരു വണ്ടിയിലെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത്. ഒരു ബ്ലാക്കും അതുപോലെ തന്നെ റെഡ് ഫിനിഷോട് കൂടിയ ഒരു ഭാഗങ്ങളൊക്കെ, റെഡ് സ്റ്റിക്കറിങ് വർക്കൊക്കെ ഉള്ളതുകൊണ്ട് ആ ഒരു സ്പോട്ടി ഫീൽ നമുക്ക് കിട്ടുന്നുണ്ട്. ഈ ഒരു കളറും ഈ ഒരു വണ്ടിയുമായിട്ട് നല്ലൊരു സിങ്ക് ഉണ്ട്. അതായത് നല്ലൊരു അനുയോജ്യമായി ചേരുന്നൊരു കളർ തീമാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് ഏറ്റവും പുതിയ പൾസർ N150ൻ്റെ ഒരു വോക്ക് അറൗണ്ട് വിശേഷങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ വോക്ക് അറൗണ്ടിൽ ഞാൻ അത്യാവശ്യം പറയേണ്ട ഡീറ്റെയിൽസൊക്കെ ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ഇനിയും കൂടുതൽ എന്തെങ്കിലും അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു കാലിക്കറ്റിലുള്ള KVR ബജാജിനെ കോൺടാക്ട് ചെയ്താൽ മതി. അപ്പോൾ ടെസ്റ്റ് ഡ്രൈവും കാര്യങ്ങളൊക്കെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ ആ ഒരു നമ്മൾ ഈ വീഡിയോൻ്റെ താഴെ ഡിസ്ക്രിപ്ഷനിൽ നമ്പറും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വണ്ടീൻ്റെ ഈ ഒരു പൾസർ N150 എന്ന് പറയുന്ന ഈ ഒരു പുതിയ വണ്ടീൻ്റെ ഒരു വോക്ക് അറൗണ്ട് വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ഈ വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ എല്ലാവർക്കും മാക്സിമം നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ മറ്റൊരു വണ്ടിയുമായിട്ട് വീണ്ടും കാണുന്നതായിരിക്കും. സ്റ്റേ സേഫ് ആൻഡ് ബൈ.